വീണ്ടും നമ്മൾ പാലക്കാടേക്ക് പോവുകയാണ്. അവിടെ സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണ്. സി കൃഷ്ണകുമാറിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടയിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. പോലീസ് പലരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പലർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട്. അവിടെ നിന്ന് അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, ഈ പ്രതിഷേധം എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് എത്തിയത്? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ? സി കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി പ്രവർത്തകർക്ക് അതിൽ പരിക്കേറ്റിട്ടുമുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അജിത് ബാബു അവിടെ നിന്ന് നൽകും. അജിത്ത്, ഈ പ്രതിഷേധം എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് എത്തിയത്? അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? സംഗീത, ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് അവശേഷിക്കുന്ന പ്രവർത്തകർ കൂടി, അതായത് ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പ്രകടനവുമായി ജലപീരങ്കി പ്രയോഗിച്ചതിൽ പ്രതിഷേധിച്ച് തങ്ങൾക്ക് പരിക്ക് പറ്റിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇങ്ങോട്ട് പ്രകടനവുമായി ഈ റോഡിലേക്ക് എത്തിയപ്പോൾ ഇവിടെ നിന്ന് അവശേഷിക്കുന്ന പ്രവർത്തകർ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഉയർന്നു വന്ന പരാതിയും ശ്രീ കൃഷ്ണകുമാറിനെതിരെയുള്ള വിമർശനം, അതിന് പിന്നാലെ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതാണെങ്കിലും വലിയ പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് ഈ പ്രവർത്തകരെ ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ് ഉണ്ടായത്. ആ ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. ഈ പ്രതിഷേധം തുടരും. തങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിന് പ്രതിഷേധമായി കൂടുതൽ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ശക്തമായ സമരമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഈ സമരം അവസാനിച്ചിരിക്കുന്നു, പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. പോലീസ് തിരിഞ്ഞു പോവുകയാണ്. എല്ലാ പ്രവർത്തകരെയും ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മുഴുവൻ പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് മാറ്റുവാനായി വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം ഉൾപ്പെടെ ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. ആ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മുഴുവൻ പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതാണെങ്കിലും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഈ വിഷയത്തിൽ തുടർന്നും വലിയ തരത്തിലുള്ള രാഷ്ട്രീയമായ ചർച്ചകളും സംസ്ഥാനത്ത് ഈ വിഷയം വലിയ തരത്തിലുള്ള ചർച്ചകളും ഉണ്ടാക്കുമെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഇന്ന് പാലക്കാട് ഉണ്ടായത്. ഈ പ്രതിഷേധങ്ങൾ തുടരാൻ പോകുന്ന സാഹചര്യം തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇനിയും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. മാത്രമല്ല, ഈ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്ക് പറ്റിയ ആളുകളെ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുൾപ്പെടെ വലിയ തരത്തിലുള്ള സംഘർഷ സാധ്യത ഉൾപ്പെടെയായിരുന്നു അല്പനേരം മുമ്പ് വരെ പാലക്കാട് ഉണ്ടായിരുന്നത്. അതിൽ നിന്നിപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും, പ്രതിഷേധിച്ച മുഴുവൻ ആളുകളെയും കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനി ഇത്തരത്തിൽ ഈ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പോലീസ് വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം ഉൾപ്പെടെ ഉണ്ട്. വലിയ ബാരിക്കേഡ് കെട്ടിയാണ് ഈ പ്രതിഷേധങ്ങളെ ആകെ തടഞ്ഞത്. മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുടെ വേദി കൂടിയാവാൻ പാലക്കാടിനെ മാറ്റുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വലിയ മുൻകരുതലാണ് പോലീസ് ഉള്ളത്. കാരണം ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ ഭാവിയിൽ പോയാൽ അത് വലിയ നഗരത്തിലാകെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ആളുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് നമുക്കറിയാം. അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഉൾപ്പെടെ വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പ്രതിഷേധം പോലീസ് ശക്തമായ അവസാനത്തെ പ്രവർത്തകരെ മുഴുവൻ കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഈ ബാരിക്കേഡ് വെച്ച ഭാഗത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇനി ഒരു പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ ഉണ്ട്. കാരണം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇതിനോടകം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം ഇനിയും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്രതിഷേധങ്ങളാകെ തുടരുന്ന സ്ഥിതിയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ഈ വിഷയം രാഷ്ട്രീയമായി കൂടുതൽ ചർച്ചയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം ഇതിലൂടെ എടുത്തു പറയാൻ. സംഗീത.